വേഗതയുടെ സാമ്രാജ്യത്തിൽ ഒരേ ഒരു സിംഹാസനമേ ഉള്ളൂ. അവിടെ 2 പേർക്ക് ഇരിക്കാൻ കഴിയില്ല. ഒരു വശത്ത് റോഡ് ഭരിച്ച് ശീലിച്ച പഴയ പുലി സുസുക്കി ഹയാബൂസ, മറുവശത്ത് ആ സാമ്രാജ്യം പിടിച്ചെടുക്കാൻ വന്ന ചെകുത്താൻ കവാസാക്കി നിഞ്ച H2. H2ന്റെ ഫാൻസ് പറയുന്നത് ടെക്നോളജിയാണ് വലുതെന്ന്. പക്ഷേ ഹയാബൂസ ആരാധകർക്ക് ഒരു മറുപടിയുള്ളൂ: പാരമ്പര്യം. 1340cc ആ ഗർജനം. അതിൽ തന്നെ അറിയാം ഫാൽക്കൺ ഒരു ഇമോഷനാണെന്ന്. നിങ്ങൾ സ്പീഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ട്രാക്ക് റെക്കോർഡുകളെ കുറിച്ച് സംസാരിക്കുന്നു. H2 ജനിക്കുന്നതിന് മുമ്പ് 300+ കിലോമീറ്റർ വേഗത്തിൽ സ്പീഡ് വാറിന് അവസാനം കുറിച്ചവനാണ് ഈ ഹയാബൂസ. അപ്പോൾ H2 ഫാൻസ് ചോദിക്കുമായിരിക്കാം, കാലം മാറിയത് ബൂസ ഫാൻസ് അറിഞ്ഞില്ലേ എന്ന്. H2 വരുന്നത് വെറും എഞ്ചിനുമായിട്ടല്ല, ഒരു സൂപ്പർ ചാർജ്ഡ് എഞ്ചിനുമായിട്ടാണ്. ആ ഇൻലൈൻ 4ന്റെ അലർച്ചയിൽ തന്നെ എതിരാളികൾ വഴിമാറണം. 231 ഹോഴ്സ് പവർ. ബൂസ കിതച്ചു തുടങ്ങുന്നിടത്താണ് H2 കുതിച്ചു തുടങ്ങുന്നത്. ഹയാബൂസ ഹിസ്റ്ററി ബുക്കിൽ ഒതുങ്ങുമ്പോൾ H2 ഫ്യൂച്ചറിൽ എഴുതി ചേർക്കുന്നു. 0 to 100 ആക്സിലറേഷൻ കണ്ണു ചിമ്മുന്ന വേഗത്തിൽ ഇവൻ മറികടന്നിരിക്കും. ഇതൊരു മത്സരമാണ്. ഒന്ന് മാന്യതയുള്ള രാജാവാണെങ്കിൽ മറ്റേത് നിയമങ്ങൾ ലംഘിക്കുന്ന ഗുണ്ടയാണ്. ഹയാബൂസയുടെ ഭാരം അതിന്റെ കരുത്താണെങ്കിൽ H2ന്റെ ഭാരക്കുറവ് അതിന്റെ ആയുധമാണ്. 1.5 കോടി രൂപയ്ക്ക് അടുത്തുള്ള നിഞ്ച H2R വരെ വെല്ലുവിളിക്കാൻ ഒരു സെക്കൻഡ് ഹാൻഡ് ഹയാബൂസ ടർബോയ്ക്ക് കഴിയുമെന്ന അഹങ്കാരം ഇന്നും ബൂസ ഫാൻസിനുണ്ട്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ H2 തയ്യാറുമാണ്. ഫാക്ടറിയിൽ നിന്നിറങ്ങുന്ന പവറിൽ നോക്കിയാൽ H2 ഒരു ചെകുത്താനാണ്, അതിൽ സംശയമില്ല. അവനെ തോൽപ്പിക്കാൻ ബൂസയ്ക്ക് അസാധ്യവുമാണ്. അവിടെയാണ് ടർബോ ചാർജർ ഹയാബൂസ എന്ന ലെജൻഡ് വരുന്നത്. പവർഫുൾ പീപ്പിൾസ് കമ്മിങ് ഫ്രം പവർഫുൾ പ്ലേസസ് എന്ന് പറയുന്നത് പോലെ ഒരു ടർബോ ചാർജർ ഹയാബൂസയ്ക്ക് 300 മുതൽ 500 ഹോഴ്സ് പവർ വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിഞ്ച H2ന് മാത്രമല്ല, ലോകത്തുള്ള ഒരു സൂപ്പർ ബൈക്കിനും ഒരു ഹൈപ്പർ ബൈക്കിനും ബൂസയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതാണ് ബൂസ ഫാൻസിന്റെ അഹങ്കാരം, ആത്മവിശ്വാസം. അപ്പോ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു നോർമൽ എഞ്ചിന് കിക്ക് കിട്ടാൻ സൂപ്പർ ചാർജ്ഡ് ആക്കിയിട്ട് അക്രമം കാണിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നോർമൽ എഞ്ചിനിൽ അക്രമം കാണിക്കുമ്പോൾ കിട്ടുന്ന ആ കിക്ക്. 90s ഈഗോ ഹേർട്ടായി സുസുക്കി ഹയാബൂസയെ കൊണ്ടുവന്ന് ലോകത്തെ തന്നെ ഞെട്ടിച്ചു. സ്പീഡിന് ലിമിറ്റും ഉണ്ടാക്കി. ഇനി H2ന്റെ പേരിൽ ഈഗോ ഹേർട്ടായി ഒരു സൂപ്പർ ചാർജ്ഡ് മെഷീനുമായി സുസുക്കി വന്നാൽ പിന്നെ പറയേണ്ടതുണ്ടോ?